വചനമൊഴി ജൂൺ 29. വചനഭാഗം 2 കോരിന്തോസ് 11, 21, 33, യോഹന്നാന്റെ സുവിശേഷം 21, 12, 19. വിശുദ്ധ പത്രോസ്ലീഹായുടെയും പൗലോസ്ലീഹായുടെയും തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ് ഇന്ന്. സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഈശോ പത്രോസിന് അച്ചപാലന ദൗത്യം ഏൽപ്പിക്കുന്ന രംഗത്തെക്കുറിച്ചുള്ള വിവരണമാണ്. വിശുദ്ധ പത്രോസിനോട് ഈശോ ചോദിക്കുന്ന ചോദ്യം, ഇവരെക്കാൾ എല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നതാണ്. ഈ ചോദ്യം ഗ്രീക്ക് ഭാഷയിൽ നിന്നുള്ളത് വിവർത്തനം ചെയ്യുമ്പോൾ ഇവയേക്കാൾ എല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നും വിവർത്തനം ചെയ്യാവുന്നതാണ്. ഈശോ 3 പ്രാവശ്യം ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. എല്ലാവരെയും കാൾ, എല്ലാ വസ്തുക്കളെയും കാൾ ഈശോയെ സ്നേഹിക്കുന്നോ എന്നാണ് പത്രോസിനോട് ചോദിച്ചത്. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് അറിയാം. ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാ വസ്തുക്കളെയും കാൾ ഈശോയെ സ്നേഹിക്കുക, എല്ലാ വസ്തുക്കളെയും എല്ലാവരെയും കാൾ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ള കാര്യമാണ്. ജീവിതത്തിൽ ദൈവത്തിന് 1-ാം സ്ഥാനം നൽകി വളരുന്നതിന് നമുക്കിന്ന് കൃപ പ്രാർത്ഥിക്കാം. മിശിഹായെ പ്രതി സഹനങ്ങളിൽ പങ്കാളിയായി മാറിക്കൊണ്ട് എല്ലാവിധത്തിലും മിശിഹായുടെ ശുശ്രൂഷകനായി വർത്തിക്കുന്നതിനെ കുറിച്ചാണ് പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നത്. വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും മാതൃക അനുകരിച്ച് ഈശോയുടെ വിശ്വസ്ത അനുയായികളും സാക്ഷികളുമായി തീരുന്നതിന് നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവം, കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.